ഇപ്പൊ ഒരു ഫാഷനായി മാറിയിട്ടുണ്ട് ഒരു വാക്ക്. ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ അവർ പറയും ഞാൻ ദളിതനാണ് എന്ന് പറയും. ചിലർ പറയും ഞാൻ അഭിമാനിക്കുന്ന ദളിതനാണ്, ഞാൻ ദളിതനാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു. പിന്നെ ചിലർ പറയും ഞാൻ പിന്നെ ദളിതനാണ്. ഈ ജാതി പറയാതിരിക്കുന്നൂടെ? ഞാൻ മനുഷ്യനാണ് എന്ന് പറയണ്ടേ? അതല്ല, ഞാൻ അഭിമാനിക്കുന്ന ദളിതനാണെന്ന് പറയും. ഡോക്ടർ BR അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. വേറെ ഒത്തിരി പേരുണ്ട്, പക്ഷെ BR അംബേദ്കറാണ് അതിന്റെ പ്രധാന ചെയർമാൻ. ആ BR അംബേദ്കർ മുട്ടിന് ഞാൻ ദളിതനാണെന്ന് പറഞ്ഞല്ല. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് ലോകമറിയപ്പെടുന്ന വലിയ അക്കാഡമിക് വിദഗ്ധനായിട്ടുള്ള, ഭരണഘടനയൊക്കെ എഴുതാൻ യോഗ്യതയുള്ള നിയമവിദഗ്ധനായിട്ടുള്ള അദ്ദേഹത്തിനെ കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിച്ചത്. ശരിയായാലും മിത്തായാലും കാട്ടാളനായ ദളിത് വിഭാഗത്തിൽ പെട്ടുവെന്ന് പറയപ്പെടുന്ന, ഇതൊന്നും മിത്തായതുകൊണ്ട് ചരിത്രത്തിൽ എങ്ങനെയെന്ന് നമുക്കറിയില്ല, രത്നാകരനാണ് വാൽമീകിയായി രാമായണം എഴുതുന്നത്. മഹാഭാരതം എഴുതുന്നതും ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അവർ ആരും തന്നെ പറയുന്നില്ല ഞാൻ ദളിതനാണെന്ന്. കലാഭവൻ മണി നമുക്ക് കേരളത്തിൽ ഉയർന്നു വന്ന വലിയൊരു നടനാണ്. കലാഭവൻ മണിയെ കേരള സമൂഹം ദളിതനാണെന്നോ പട്ടികജാതി പട്ടികവർക്കാരനോ ഒന്നും കണ്ടിട്ടല്ല. കലാഭവൻ മണി എന്ന് പറയുന്ന ആ വലിയ ഒരു ആളിനെ നമ്മൾ സ്നേഹിച്ചതും ബഹുമാനിച്ചതും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കൊണ്ടാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് ഇപ്പം 2 ഇൻസിഡന്റ് ഇപ്പം നടക്കുന്നു. ചില ആളുകൾ എണീറ്റ് വന്നിരുന്ന് പറയും ഞാൻ ദളിതനാണ്, അതിൽ അഭിമാനിക്കുന്നു. ചില ആളുകൾ പറയും ഞാൻ ദളിതനായതുകൊണ്ട് എനിക്കിത് കിട്ടുന്നില്ല. സംസ്കൃതം നന്നായി പറയാൻ അറിയാത്തത് കൊണ്ട് ആണ് PhD കൊടുക്കാത്തതെന്ന് പറഞ്ഞൊരു കേസ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഡീൻ എന്ന് പറയുന്ന, ഞാനിവിടെ പേര് പറയുന്നല്ലോ, പേര് പറയേണ്ട കാര്യമില്ല. ആ ഡീൻ എന്ന് പറയുന്ന അവർ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ്, നമ്പൂതിരി സമുദായത്തിൽ മറ്റു ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ ദളിത് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരന് PhDക്ക് സംസ്കൃതം ചോദിച്ച് കുഴച്ച് സംസ്കൃതം കൊടുക്കാതെ, അതുകൊണ്ട് PhD കൊടുക്കാത്ത വലിയ വിവാദമാണത് കേരള സർവകലാശാലയിൽ. ഡോക്ടർ മാളവിക എന്ന് പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ, അവർ എവിടെ പോയി, വിദേശത്ത് പോയി, ഇപ്പോൾ ജർമ്മൻ സർവകലാശാലയിൽ നിന്ന് അവർക്ക് 1 കോടി രൂപയുടെ ഇത് കിട്ടിയിട്ടുണ്ട്. അവർ ചരിത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാസ്റ്റിസത്തെക്കുറിച്ചൊക്കെ പഠിക്കാനാണ് ഈ ജർമ്മനിയിൽ നിന്ന് പൈസ കിട്ടിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, പറഞ്ഞു വന്നപ്പോൾ ഞാൻ ദളിതാണ് എന്ന് പറയുന്നു. എന്തിനാണ് അതൊരു മെരിറ്റായിട്ട് എടുക്കുന്നത്? നമ്മൾ ആരും രാവിലെ എണീറ്റ് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. പേരിൽ നായരുണ്ടെങ്കിൽ നായരാണെന്ന് അറിയാൻ പറ്റും, പേരിൽ നമ്പൂതിരി ഉണ്ടെങ്കിൽ നമ്പൂതിരി എന്നറിയാൻ പറ്റും. ഒരാളും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല ഞാൻ നമ്പൂതിരിയാണ്, ഞാൻ പിന്നെ പേരിലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ നായരാണ്, ഞാൻ ഈഴവനാണ്. എത്രയോ ആളുകൾക്ക് പേര് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റാത്തവരുണ്ട്, പേരുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ജാതി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ മാളവിക പറഞ്ഞ ഒരു വിഷയം കൂടെ ഉണ്ട്. അവർ അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആയിരുന്നിട്ട് പോലും, PhD ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ഏതോ വീട്ടിൽ ചെന്നപ്പോൾ അടുക്കളയിൽ കയറ്റിയില്ല. ജാതി ഉണ്ട്, അതുകൊണ്ടാണ് അടുക്കളയിൽ കയറ്റാത്തത്. ഇവിടെ ജാതി ഉണ്ട്. മാട്രിമോണിയൽ എടുത്തു നോക്കൂ, NSSന് മാട്രിമോണിയൽ, SNDPക്ക് മാട്രിമോണിയൽ, ശൈവ വെള്ളാളർക്ക് മാട്രിമോണിയൽ, ഈഴവർക്ക് മാട്രിമോണിയൽ, ക്രിസ്ത്യൻക്ക് മാട്രിമോണിയൽ, മുസ്ലിങ്ങൾക്ക് മാട്രിമോണിയൽ ഉണ്ടല്ലോ. ഞായറാഴ്ചത്തെ പത്രം എടുത്തു നോക്കൂ, മാതൃഭൂമി, മനോരമ, കേരളത്തിലൊക്കെ മാട്രിമോണിയൽ കോളത്തിൽ കൃത്യമായി ജാതി പറയുന്നുണ്ട്. ജാതി ഉണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയരുത്. ജാതി വിവേചനം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴും കുറച്ചൊക്കെ ചിലരുടെ മനസ്സിലുണ്ട്, ചിലരുടെ മനസ്സിലില്ല. കുറേ പേരുടെ മനസ്സിലുണ്ട്, കുറേ പേരുടെ മനസ്സിലില്ല. അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരുടെ മനസ്സിൽ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മനസ്സിലും ജാതി കയറി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും കുറച്ച് പേരൊക്കെ ഇപ്പോഴും ജാതി നോക്കി മറ്റ് ജാതിയിൽപ്പെട്ടവരുമായി ബന്ധം വയ്ക്കുകയോ വീട്ടിൽ വരികയോ ചെയ്യുന്നില്ല. ചില സ്ഥലങ്ങളിൽ വസ്തു വാങ്ങുന്നത് വലിയ മുസ്ലിങ്ങൾക്ക് വലിയ ബെൽറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ, ക്രിസ്ത്യാനികൾക്ക് ബെൽറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ബെൽറ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ മറ്റ് സമുദായക്കാർക്ക് വസ്തു കൊടുക്കാറില്ല. എത്രയോ വിഷയങ്ങൾ എനിക്കറിയാം, എത്രയോ വിഷയങ്ങളറിയാം. ഞാൻ തന്നെ 2 വസ്തു നോക്കാൻ പോയപ്പോൾ, എൻ്റെ വ്യക്തിപരമായ അനുഭവം നോക്കാൻ പോയപ്പോൾ അവർ എന്നോട് ചോദിച്ചത് ഒരു പർട്ടിക്കുലർ മതത്തിൽപ്പെട്ടവരാണോ, എൻ്റെ പേര് കേൾക്കുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കാം. അപ്പോൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ വസ്തു തരാൻ പറ്റില്ല, നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ ആളെന്ന് വിചാരിച്ചാണ്
വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഒരു തരകന് പോയി ബ്രോക്കറുമായിട്ട് പോയപ്പോൾ. അപ്പോൾ ഇത് സ്വന്തം അനുഭവത്തിൽ നിന്നോട് പറയുന്നത്. അപ്പോൾ ജാതി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്. KR നാരായണൻ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ പട്ടികജാതി പട്ടികർക്ക് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞിരുന്നില്ല ഞാൻ ദളിതനാണ്. ഇതൊരു മെരിറ്റായി എടുക്കണം. ഇപ്പോൾ വേടൻ എന്ത് പറഞ്ഞാലും ഇതിനകത്തൊരു മെരിറ്റ് കയറി എടുക്കുകയാണ്. ഒരു മെരിറ്റിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സംവരണം തന്നെ നിർത്തേണ്ട സമയം കഴിഞ്ഞു. സംവരണം, അപ്പോൾ ഒരു ചോദ്യമുണ്ട്, സംവരണം നിർത്തിയാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കും ആദിവാസികൾക്കും ദളിതന്മാർക്കും OBC പെട്ടവർക്കും മുമ്പോട്ട് വരാൻ പറ്റില്ലല്ലോ എന്നാണ്. സാമ്പത്തികമായും സാമൂഹ്യമായും അവർ പിന്നോക്കം നിൽക്കുന്നത് കൊണ്ടല്ലേ സംവരണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതല്ലേ കൺസെപ്റ്റ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ ഈ സംവരണം എടുത്തു കളഞ്ഞാലും ക്രിയേറ്റീവായിട്ടുള്ള മത്സരത്തിലൂടെ അവർക്ക് കയറി വരാൻ പറ്റില്ലേ? മറ്റ് സൗകര്യങ്ങൾ കൊടുത്തോളൂ, പഠിക്കാൻ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൊടുത്തോളൂ. ഈ PSCയും അതുപോലെ SLC ബുക്കിലും ഒക്കെ ജാതി എഴുതി വയ്ക്കുകയും ആ ജാതി എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോവുകയും കുട്ടിക്ക് പേരിടുന്ന നാൾ മുതൽ ജാതി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്ത്യാനിയുടെ മക്കൾക്ക് ക്രിസ്ത്യൻ പേര്, മുസ്ലിങ്ങൾ കുട്ടികളുടെ മക്കൾക്ക് മുസ്ലിം. ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്, കൊച്ചു പേരുകളിലൊക്കെ മാറിയപ്പോൾ കുറേ വ്യത്യാസമുണ്ട്. അത് എന്ത് ജാതി എന്നറിയാൻ പറ്റാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ജാതി എന്നതൊരു വലിയ യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദളിത് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് സമ്പൂർണ്ണമായിട്ടും മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരെ അങ്ങോട്ട് തെറി പറയും. തെറിയൊക്കെ നന്നായിട്ട് പറഞ്ഞതിന് ശേഷം, അത് വീഡിയോ ഒക്കെ ഒരുപാട് നമ്മൾ കാണുകയാണ്, പറഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒരു മെരിറ്റ് എടുക്കുന്ന പരിപാടിയുണ്ട്. ഞങ്ങൾ ദളിതരാണ്, ഞാൻ ദളിതനാണ് എന്ന് പറഞ്ഞൊരു മെരിറ്റ് അടിക്കൽ പരിപാടിയുണ്ട്. ആ മെരിറ്റ് അടിക്കൽ പരിപാടി വേണ്ട. വേടനിൽ നിന്ന് ദളിതനെ അല്ല ആളുകൾക്ക് ഇഷ്ടം, വേടൻ്റെ പാട്ടാണ്. ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വേടൻ്റെ പാട്ടാണ് അംഗീകരിക്കുന്നത്. മാളവികയുടെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ആ കഴിവാണ് അംഗീകരിക്കുന്നത്, അല്ലാതെ ദളിത് എന്നുള്ള നിലയിലോ നായർ എന്നുള്ള നിലയിലോ നമ്പൂതിരി എന്നുള്ള നിലയിലോ അല്ല. അതുകൊണ്ട് ജാതി എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് കുറേശ്ശെ മാറുകയുള്ളൂ. ഒരു നാൾ കൊണ്ട് അങ്ങനെ മാറുന്നൊരു വിശ്വമല്ല. കാരണം അത് വിശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരങ്ങളുണ്ടല്ലോ, കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന. ഇപ്പം ചില കല, ഇപ്പോൾ ഒപ്പന മറ്റുള്ളവർ കളിക്കുന്നില്ലല്ലോ. തിരുവാതിര മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അങ്ങനെ കളിക്കാറുണ്ടോ? മാർഗം കളി ഇപ്പുറത്തില്ല. അപ്പോൾ എല്ലാ കാര്യത്തിലും, സകല കാര്യത്തിലും, വസ്ത്രധാരണത്തിൽ, പേരിൽ ഇടത്തോട്ട് മുണ്ടെടുക്കും മമ്മൂട്ടിയൊക്കെ, ചില മറ്റൊരു മോഹൻലാൽ വലത്തോട്ട് മുണ്ടെടുക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും സുന്നത്ത് കല്യാണമുണ്ട്, മാമോദീസ മുക്കുന്നു, അങ്ങനെ എല്ലാ കാര്യത്തിലും ചിട്ടകളുള്ളത് കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. ഇതിൻ്റെ ഇടയിൽ പ്രിവിലേജ് അടിക്കാൻ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നിങ്ങൾ പ്രിവിലേജ് അടിക്കരുത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉടൻ തന്നെ ഞാൻ ദളിതാണ് എന്ന് പറയരുത്. ഞാൻ മനുഷ്യനാണ്, ഞാൻ വനിതയാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ പെൺകുട്ടിയാണ് എന്ന് പറയുന്നിടത്താണ് ജാതിയുടെ ഇത് കിടക്കുന്നത്. ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. ആരും ചർച്ച ചെയ്യാതെ, കേരളത്തിലെ ഒരു ദളിത് ആക്ടിവിസ്റ്റും ചർച്ച ചെയ്യാത്തൊരു കഥയാണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിലെ ഒരു പുരോഗമന പ്രസ്ഥാനങ്ങളും ചർച്ച ചെയ്യാത്ത കാര്യമാണ് ഈ പറയുന്നത്. രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ, ആ വീഡിയോ എൻ്റെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇടുമായിരുന്നു. രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഒരു ആദിവാസി ഊരിൽ പോയപ്പോൾ ഊര് വിലക്കുണ്ടായി. അദ്ദേഹം അവിടുത്തെ ജാതിയുടെ താഴെയുള്ള ആളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കയറ്റിയില്ല. രാധാകൃഷ്ണൻ തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ രാധാകൃഷ്ണനെ ഒരു ആദിവാസി ഊരിൽ കയറ്റിയില്ല. കാരണം ജാതി മൂപ്പൻ പറഞ്ഞു, നിങ്ങൾ ജാതി കുറഞ്ഞ ആളാണ്, കയറ്റാൻ പറ്റില്ല. അപ്പോൾ ആദിവാസികളുടെ ഇടയ്ക്കും പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഇടയ്ക്കും ഇഞ്ഞെടുക്കും മുകളിൽ അറ്റം വരെ ഈ ജാതിയുടെ വൈവിധ്യമുണ്ട്. നിങ്ങൾ ഈ ദളിത് ആക്ടിവിസ്റ്റുകളെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട്, ഞാൻ മാളവികയോട് ചോദിക്കുന്നു, വേടനോട് ചോദിക്കുന്നു, ഇതിനു വേണ്ടി നടക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് താഴെ പോയി ആദിവാസി വിഭാഗത്തിൽ നിന്ന് കല്യാണം കഴിച്ചും ബന്ധം കൂടിയും ഇതില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നില്ല? നിങ്ങളും ഈ സമൂഹത്തിന്റെ എല്ലാ മെരിറ്റും എടുക്കുന്നു, എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളെക്കാൾ ഉയർന്ന ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു, അവിടെ പോയി നിങ്ങൾ താമസിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഈ ന്യായം പറയുന്നു. ഒരു കാര്യം ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. എനിക്കറിയാമെന്നുള്ള ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം വിദ്യാഭ്യാസം എന്നുള്ള ആളല്ല, വളരെ ഒരു ഗ്രാമത്തിലാണ്, സാധാരണ മനുഷ്യനാണ്, കേരളത്തിലാണ്. അദ്ദേഹം മക്കളെ എല്ലാം നന്നായി പഠിപ്പിച്ചു, 2 ആൺമക്കളെ നന്നായി പഠിപ്പിച്ചു. അതിലൊരു ആൺമകൻ വലിയൊരു ജോലി കിട്ടി, വിദ്യാഭ്യാസ വകുപ്പിൽ വലിയൊരു ജോലി കിട്ടി. ആ ജോലി കിട്ടിയ മകനെ കാണാൻ മകൻ എന്നിട്ട് എന്ത് ചെയ്തു, ആ ഗ്രാമത്തിൽ നിന്ന് മാറി തിരുവനന്തപുരം നഗരത്തിൽ വന്ന് വലിയ വീടൊക്കെ എടുത്ത് വലിയൊരു സ്ഥലത്ത് വിവാഹം കഴിച്ചു. വേറൊരു ജാതിയിൽപ്പെട്ട ആളിനെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ വലിയ സ്വത്തൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വിവാഹം കഴിച്ചിട്ട് തിരുവനന്തപുരം താമസമായി.
ഈ വീട്ടിലേക്ക് ഈ അച്ഛൻ എന്ന് പറയുന്ന ആൾ വരും. പക്ഷെ മകനെ കാണാൻ അത്ര കറുത്ത നിറമല്ല. ഞാനിത് യാഥാർത്ഥ്യം പറയാം. അച്ഛനെ കാണാൻ നല്ല കറുപ്പുമാണ്. അമ്മ കുറച്ച് വെളുപ്പായിരുന്നു. ഇതുകൊണ്ടായിരിക്കും ഈ ഒരു മോന് ഈ ഒരു നിറം കിട്ടിയത്, ഇളം നിറം കിട്ടിയത്. എന്തായാലും ഈ മകൻ അച്ഛനോട് പറയുമായിരുന്നു, അച്ഛൻ ഇടയ്ക്ക് മകനെ കാണാൻ അച്ഛൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ പറയും, അച്ഛൻ ഇങ്ങോട്ട് വരരുത്, പൈസയൊക്കെ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട്, അന്ന് മൊബൈലും ഗൂഗിളൊന്നും ഇല്ല, ഞാൻ അയച്ചു തരാം, മണി ഓർഡറായിട്ട് അയച്ചു തരാം, അല്ലെ ഞാൻ അവിടെ വന്ന് വല്ലപ്പോഴും തരാം എന്നും, ഞാൻ ഇങ്ങോട്ട് അച്ഛൻ വരരുത് എന്തെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ നിറം കണ്ടാൽ നമ്മുടെ ജാതി പറയും. അച്ഛൻ്റെ നിറം കണ്ടാൽ നമ്മുടെ ജാതി പറയും, അത് ഇവൾക്ക് ഇഷ്ടമല്ല, നമ്മുടെ ഉള്ളവർക്കൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്ന ജാതിയുടെ പുറങ്ങളിൽ ജീവിക്കുന്ന കേരളമാണ്. അവിടെ ദളിത് വിഭാഗക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ മെരിറ്റ് അടിക്കാനും ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാനും നടക്കേണ്ട കാര്യമില്ല.